ഒരാളെ നിലപാട് പറഞ്ഞ് തോൽപ്പിക്കാനാകില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, അയാളുടെ നിലപാടുകൾ കൂടുതൽ പേർ അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇന്നത്തെ പ്രധാന രീതി അയാളെ മതം പറഞ്ഞ് ഒറ്റപ്പെടുത്തുക എന്നതാണ്. അത് തന്നെയാണ് സൊഹ്റാൻ മംദാനിക്കെതിരെയും ന്യൂയോർക്കിൽ നടക്കുന്നത്. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി സൊഹ്റാൻ ഉയർന്നു വരുമെന്ന് ആരും അത്രയ്ക്കങ്ങ് പ്രതീക്ഷിച്ചിരുന്നില്ല, പ്രത്യേകിച്ച് ട്രംപ് അനുകൂലികൾ. പക്ഷേ അപ്രതീക്ഷിതമായി യുവാക്കളുടെയും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെയും പിന്തുണ കൊണ്ട് സൊഹ്റാൻ ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ ജയിച്ചു. ഇതോടെ ട്രംപ് സൊഹ്റാൻ മംദാനിക്കെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. സൊഹ്റാൻ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. കാരണം ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് സൊഹ്റാൻ. ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ സൊഹ്റാൻ മംദാനി ജയിച്ചതിന് പിന്നാലെ 24 മണിക്കൂറിനുള്ളിൽ വിദ്വേഷം വമിക്കുന്ന 6200 ഓൺലൈൻ പോസ്റ്റുകളാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഏജൻസിയായ കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് അഡ്വക്കസി എന്ന ഗ്രൂപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ മാസം ആദ്യം തന്നെ ഇത്തരം പോസ്റ്റുകൾ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. പക്ഷേ സൊഹ്റാൻ ജയിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ 5 ഇരട്ടി വർധനവാണ് ഉണ്ടായതെന്നാണ് ഏജൻസി പറയുന്നത്. അതായത് സൊഹ്റാനെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങളുടെ തീവ്രതയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.